ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ഹോം മെയ്ഡ് കണ്ടീഷണർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇൻഡക്ഷൻ കുക്കറിലേക്ക് ഒരു ചരുവം വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ചൂടാകാൻ വയ്ക്കുക. ചൂടായ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ പച്ചരിയും ഒരു സ്പൂൺ ഫ്ലാക്സ് സീഡും ഇട്ട് കൊടുക്കുക. ഇത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ അരിച്ചെടുത്ത മിശ്രിതത്തിലേക്ക് ഒരു സ്പൂൺ കറ്റാർവാഴയുടെ ജെല്ല് ചേർക്കുക. കറ്റാർവാഴ വീട്ടിലുണ്ടായതാണെങ്കിൽ അത്രയും നല്ലത്. ആ കറ്റാർവാഴയുടെ ജെല്ലും കൂടി ചേർത്ത് ഇത് ആറാൻ വേണ്ടി വയ്ക്കുക. ആറിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഇല്ലെങ്കിൽ നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും മതി. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പുത്രൻ്റെ മേത്ത് നിറയെ ചൂടുകുരു വന്നിട്ട് ഭയങ്കര ചൊറിച്ചിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന് ഞാൻ കുറച്ച് കടലമാവിൽ തൈരും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പുരട്ടി കൊടുക്കുകയാണ്. ഇത് വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞ കാരണം ഭയങ്കര പോസിലാണ് ആൾ. പിന്നെ അപ്പോൾ നമ്മുടെ ഈ ആറിക്കഴിഞ്ഞ നമ്മുടെ കണ്ടീഷണർ ഷാമ്പു ചെയ്ത മുടിയിലേക്ക് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ഷാമ്പു ചെയ്തത്. ഇന്നിപ്പോൾ എണ്ണയൊന്നും വെക്കാത്ത കാരണം ആ മുടിയിലേക്ക് ഞാൻ നേരെ ഈ കണ്ടീഷണർ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നനഞ്ഞ കോഴീനെ പോലെ ആയില്ലേ ഗൈസ്. ഇപ്പോൾ ഞാൻ അത് പുരട്ടി ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ കുളിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 20 മിനിറ്റിന് ശേഷം കുളിക്കാം. ഒരുപാട് മുടിയുള്ളത് കാരണം കൈകൊണ്ട് തന്നെ ചീവി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും റെഡിയായ സ്ഥിതിക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടി എടുക്കാമെന്ന് കരുതി. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സാധാരണ മുഖത്ത് പൗഡറോ ക്രീംസോ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാനൊരു മാമാ എർത്തിൻ്റെ ഒരു ക്രീം ഇടുന്നുണ്ട് മുഖത്ത്. എനിക്കത്ര പെർഫെക്റ്റ് ആയിട്ട് ഉള്ളതാണോന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. അതിന് ശേഷം അവിടെ ഇരുന്ന് ചെയ്ത് ഒരു കൂറ പെർഫ്യൂമും കൂടി എടുത്ത് അടിച്ചു. അപ്പോൾ എനിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. മുടി അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത കാരണം ഒരു ഹെയർ ബാൻഡും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ എന്താ ഇടുക, ഒരു വാച്ച് കിട്ടുന്നുണ്ട്. അതിന് മാച്ചായിട്ടൊരു സിൽവറിൻ്റെ ഒരു വെള്ളിയുടെ ഒരു ചെയിനാണ് കയ്യിൽ ഇടുന്നത്. പിന്നെ ഒരു സിൽവറിൻ്റെ തന്നെ ഒരു മോതിരവും കൂടി എടുത്തിട്ടു. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പോകാമെന്ന് കരുതി. പിന്നെ മോൻ പറഞ്ഞു പോരാ, ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടണമെന്ന് പറഞ്ഞ കാരണം ഒരു ലിപ് ബാമും കൂടി എടുത്ത് ചെറുതായിട്ടൊന്ന് ചുണ്ടിൽ തേച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭഗവാന്മാരോടൊക്കെ പ്രാർത്ഥിച്ചു, ദൈവമേ നൈറ്റ് ഡ്യൂട്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിക്കില്ലെന്ന് പ്രാർത്ഥിച്ചു. ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഞാൻ പോവുകയാണ്. മുടി വെട്ടിയതിന് ശേഷം പൊതുവേ മേക്കപ്പൊക്കെ കുറവാണ്. പൊട്ട് തൊടാറില്ല, കണ്ണെഴുതാറില്ല, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറച്ചാളായിട്ട് അങ്ങനെയാണ് പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ്സിന് വേണ്ടി കട്ട് വെയിറ്റ്